പാലക്കാട് തൂതയിൽ സ്ക്രാപ്പ് കളക്ഷൻ സെന്ററിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കുകയാണ്. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം? കൃഷ്ണ, തൂതയിലെ ഹെൽത്ത് സെന്റർ എന്ന സ്ഥലത്ത് ഒരു സ്ക്രാപ്പ് കളക്ഷൻ സെന്ററിലാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് അരമണിക്കൂർ മുൻപായിരുന്നു ഈ തീപിടുത്തം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോഴും തുടരുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഈ സെന്ററിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ചു പോരുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതിൽ തന്നെ ഈ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ, ഗ്യാസ് അടക്കമുള്ളവ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് സംഘമടക്കം വ്യക്തമാക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഫയർഫോഴ്സ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതും വ്യക്തമല്ല. ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യവും വ്യക്തമല്ല. അരമണിക്കൂർ മുൻപ് പ്രദേശവാസികളാണ് ആദ്യം ഇത്തരത്തിൽ തീ പടർന്നു പിടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പ്രാദേശികമായി നാട്ടുകാർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഒരു സാഹചര്യം. ഇതേ തുടർന്നാണ് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെ അടക്കം വിവരം അറിയിച്ചത്. അവരെത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും അത് പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ കമ്പനിക്കകത്ത് ഉണ്ടായിരുന്നത്, പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ക്രിസ്റ്റിന, അതെ, ഇതൊരു വലിയ പ്രദേശമാണല്ലോ നിഖിൽ. ഇവിടേക്ക് കൂടുതൽ അഗ്നിരക്ഷാസേന ഇപ്പോൾ എത്തുന്നുണ്ടോ? നിലവിൽ ഈ എത്ര യൂണിറ്റ് അഗ്നിരക്ഷാസേന ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്? പ്രവിധ, വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘത്തോട് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനോടകം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന, ഏറ്റവും ആദ്യം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റ് സംഘങ്ങൾ ഉടനെ തന്നെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തീ അണയ്ക്കാൻ അല്പം കൂടി സമയം വേണ്ടിവരും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ വളരെ പെട്ടെന്ന് ഈ തീ അണയ്ക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കും. അല്പം കൂടി സമയം സ്വാഭാവികമായിട്ടും വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എത്രയും വേഗത്തിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതും വ്യക്തമല്ല. ഈ എന്തെങ്കിലും തരത്തിലുള്ള അതിനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഈ വൈദ്യുതി ഷോർട്ടേജോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ജീവനക്കാരടക്കം പറയുന്നത്. എന്തായാലും എന്താണ് ഈ പൊടുന്നനെ ഉണ്ടായ ഈ തീപിടുത്തത്തിലേക്ക് ഭയങ്കര ചൂടായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ വീടുകൾ ഉണ്ടോ? ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇത്രയധികം പുക ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ടാകുമല്ലോ. ഈ സാഹചര്യത്തിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരെങ്കിലും മാറ്റി താമസിപ്പിക്കുകയോ അങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ അധികൃതർ? പ്രവിധ, ഇനിയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടാകണം അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയുക. സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സ്ക്രാപ്പുകൾക്ക് ശേഖരിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തിയാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ തരത്തിലുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത്തരം മുൻകരുതലുകളിലേക്ക് കടക്കേണ്ടുന്ന ഘട്ടം എത്തിയിട്ടില്ല. ഇപ്പോൾ എത്രയും വേഗത്തിൽ തീയണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ജില്ലയിൽ കനത്ത ചൂട് നിലവിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യവാരം പിന്നിടുമ്പോൾ തന്നെ ജില്ലയിലെ ചൂടിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ. ഇപ്പോൾ 37-38ഒക്കെയാണ് നിലവിലത്തെ തന്നെ ചൂടിന്റെ ഒരു സാഹചര്യം. അത് വരും ദിവസങ്ങളിൽ, അതായത് മാർച്ചിലേക്ക് കടക്കുന്തോറും വീണ്ടും ചൂട് കൂടും. പലയിടങ്ങളിൽ ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ തീപിടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു സ്ഥലമല്ല. എന്നിട്ടും എങ്ങനെ ഈ കമ്പനിക്കുള്ളിൽ തീപിടിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ തീ അണയ്ക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന എന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘം അടക്കം പറയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തോട് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള
നിർദ്ദേശവും ഇതിനോടകം നിഖിലേ, ഈ നൽകിയിട്ടുമുണ്ട്. ഈ സാധനങ്ങൾ പെരിന്തൽമണ്ണയിൽ ശേഖരിക്കുന്ന നിന്നെത്തിയ കടയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കുന്നത് ഒരല്പം ദുഷ്കരമാണെന്നാണ് തോന്നുന്നത്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുകയാണ്. അപ്പോൾ ഈ സമീപ പ്രദേശത്ത് ഈ പുകയുമായി ബന്ധപ്പെട്ട ഒരു ശല്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടോ? തീർച്ചയായിട്ടും കൃഷ്ണ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളിലൊക്കെ എവിടെയെങ്കിലും മാറ്റിയിട്ടപ്പെട്ട അങ്ങനെ ഒഴിവാക്കപ്പെട്ട സാധനങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകാറ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്ര വേഗത്തിൽ അത് കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ആളുകൾ പറഞ്ഞത് നോക്കി നിൽക്കെ വളരെ വേഗത്തിൽ ഈ തീ പടർന്നു പിടിക്കുന്നത് ദയവായി തുടരുക. നമ്മുടെ പ്രാദേശിക ലേഖകൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്, നിഖിൽ രാജ. നിഖിൽ, സംഭവ സ്ഥലത്തുണ്ട് എന്ന് അറിയുന്നു. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ ആരാണ് ഈ സ്ഥാപനം ഉടമ, എന്തുകൊണ്ടാണ് തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? സ്ഥാപന ഉടമയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ നിഖിൽ? ഇതിൽ നിലവിൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് ഇതിന്റെ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇനിയും വ്യക്തമല്ല. കാരണം അത്രയും അധികം ആളുകളും ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നും അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും എന്താണ് കാരണം, ഈ തീപിടുത്തത്തിന്റെ ഒരു കാരണം ഇനിയും വ്യക്തമല്ല എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. അവരിലേക്ക് പ്രതികരണങ്ങൾക്ക് അല്പസമയം കഴിഞ്ഞാൽ അവരുടെ പ്രതികരണങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും ആ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് എല്ലാവരും ഉള്ളത്. നിഖിൽ, ദയവായി ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നിഖിൽ പ്രമേശിലേക്ക് ഒരിക്കൽ കൂടെ പോകുന്നു. നിഖിൽ, ഇപ്പോൾ കുറച്ച് സമയമായി തീപിടുത്തം ഉണ്ടായി. ഇതുവരെ അത് പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. നല്ല രീതിയിൽ പുകയുയരുന്നുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമാകും. ശ്വാസതടസ്സം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് അത് കടക്കാനുള്ള സാധ്യതയുണ്ട്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ നിഖിൽ? കീർത്തന, അവിടേക്ക് ഇപ്പോൾ പോലീസ് സംഘമടക്കം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ തന്നെ ഒരുപാട് ആളുകൾ ഓടിക്കൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരോടെല്ലാം തന്നെ ഇവിടുന്ന് മാറി നിൽക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു. നമുക്ക് അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ പ്രതിനിധി നിഖിൽ അവിടെ ഉണ്ട്. തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു വലിയ തീപിടുത്തമാണ്. വലിയ രീതിയിൽ പുകയടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇത് ആളുകളിലേക്ക് നേരിട്ടെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അവർക്ക് നൽകുന്നുമുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ടുകൊണ്ട് ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് ഏറ്റവും അടുത്തുള്ള ആളുകളെങ്കിലും അത്യാവശ്യമായി അവിടുന്ന് മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പുകയടക്കം ശ്വസിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 2 സ്റ്റേഷനുകളിൽ നിന്നുള്ള പെരിന്തൽമണ്ണയിൽ നിന്നും അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. പക്ഷെ അത് പരിപൂർണമായി അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിപൂർണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ആക്രിക്കടയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ തീ പടരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നാൽ മാത്രമേ തീ അണയ്ക്കുന്ന കാര്യത്തിലും എത്ര സമയമെടുക്കുമെന്നൊക്കെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ പ്രവിത, ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക എന്ന് പറയുന്നത് വിഷപ്പുകയാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, ഒരു കുറച്ച് നാളിന് മുമ്പ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ കത്തിയപ്പോൾ കിലോമീറ്ററുകൾ അകലെയുള്ള, ഞാനൊക്കെ ചില ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണൊക്കെ നീറി. എന്റെ ഫ്ലാറ്റ് ഞങ്ങൾ അവിടെയൊക്കെ പുക മൂടിയത് പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.